നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന കോർപ്പറേഷൻ BJP അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം VV രാജേഷ് തിരുവനന്തപുരത്തിന്റെ മേയറായി ചുമതലയേറ്റു. ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. യുവരക്തങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണ സാരഥ്യം വീതം വച്ചത്. ഇതിനിടയിൽ മാധ്യമങ്ങൾ വലിയ കഥകളുമായി നുണപ്രചരണങ്ങളുമായി രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻ DGP R ശ്രീലേഖയെ മേയറാക്കുമെന്നും മേയർ സ്ഥാനാർത്ഥിയാകാൻ R ശ്രീലേഖ തയ്യാറാണെന്നും R ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കുമെന്നുമൊക്കെയുള്ള കഥകൾ മാധ്യമങ്ങളുടെ പുറത്തിറങ്ങി. ഒരു പകൽ മുഴുവൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്തെ മേയറെ കുറിച്ചായിരുന്നു. ഒരു 10 വർഷം മുൻപായിരുന്നെങ്കിൽ BJPയെ കുറിച്ച് ഈ മാധ്യമങ്ങളൊന്നും തന്നെ ഒരു വാക്കുപോലും ഉരിയാടുമായിരുന്നില്ല. എന്നാൽ ഇക്കുറി നേരെ വിപരീതമായ കാര്യങ്ങളാണ് കണ്ടത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രൈം ടൈം ചർച്ചകൾ വരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരാകുമെന്നായിരുന്നു. മേയർ ശ്രീലേഖയാകുമെന്ന് ഏറെക്കുറെ മാധ്യമങ്ങളും വിധി എഴുതി. എന്നാൽ BJP ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2 തവണയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് പോയത്. തലസ്ഥാന കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി പിടിച്ചതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ BJPയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഈ നേട്ടം വളരെയധികം ഉപകാരപ്പെടുമെന്ന് BJPക്ക് അറിയാം. ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് തിരുവനന്തപുരത്ത് ഇത്തവണ കിട്ടിയ ഈ ഭരണമെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി തന്നെ അറിയാം. നേരാമണ്ണം ഭരണം നടത്തിയാൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതേസമയം ഭരണം പരാജയപ്പെട്ടാൽ BJPയുടെ വിധി എഴുതുന്ന ഒരു ഭരണമായിരിക്കും തലസ്ഥാന കോർപ്പറേഷനിലേത്. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പരിണിതപ്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളെ തലസ്ഥാന മേയറാക്കണമെന്ന് BJP മനസ്സിലാക്കിയത്, BJP തീരുമാനിച്ചത്. ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതിലൂടെ CPMനുണ്ടായ തിരിച്ചടി BJPക്ക് മുന്നിലുള്ള ഒരു ഗുണപാഠമാണ്. അങ്ങനെ VV രാജേഷ് എന്ന നേതാവിലേക്ക് ചർച്ചകൾ എത്തുകയായിരുന്നു. RSSന്റെ താല്പര്യവും VV രാജേഷിനെ മേയറാക്കണമെന്ന് തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും BJPയുടെ ഒരു നേതാവും R ശ്രീലേഖ മേയറാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ, V മുരളീധരനാകട്ടെ, PK കൃഷ്ണദാസ് ആകട്ടെ, MT രമേശ് ആകട്ടെ, ആരും തന്നെ ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞില്ല. പിന്നെ എവിടെ നിന്നാണ് R ശ്രീലേഖ മേയറാകുമെന്നുള്ള ചർച്ചകൾ വന്നത്? ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില കഥകൾ മാത്രം. ഇപ്പോൾ ഇതാ പുതിയ കഥകളുമായി മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. R ശ്രീലേഖ ഇടഞ്ഞു നിൽക്കുകയാണ്. R ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഫലമുണ്ടായിട്ടില്ല. തന്നെ അപമാനിച്ചു എന്ന് R ശ്രീലേഖ നേതാക്കളോട് പറഞ്ഞു. ഇതൊക്കെയാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകൾ. R ശ്രീലേഖയെ മേയറാക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടല്ല മത്സരിപ്പിക്കാൻ BJP രംഗത്തിറക്കിയത്. TP സെൻകുമാർ BJPക്കാരനാണ്, അതുപോലെ ജേക്കബ് തോമസ് BJPക്കാരനാണ്. അങ്ങനെ നിരവധി ആളുകൾ BJPക്കാരാണ്. IPSകാരായിരുന്നു, IASകാരായിരുന്നു, DGP റാങ്കിലായിട്ടുള്ള നിരവധി പേർ മുൻപ് BJPയിൽ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും തന്നെ എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാമെന്നോ മത്സരിപ്പിക്കാമെന്നോ ഏതെങ്കിലും സ്ഥാനം നൽകാമെന്നോ പറഞ്ഞ് BJP കൊണ്ടുവന്നതല്ല. അതുപോലെ തന്നെയാണ് ശ്രീലേഖയുടെ കാര്യവും. ശ്രീലേഖ ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നു, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നു. ശ്രീലേഖ ആദ്യമായിട്ട് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇനി അടുത്തൊരു പരിഗണന ശ്രീലേഖയ്ക്ക് ഉണ്ടാകും. വേണമെങ്കിൽ 2026 നിയമസഭാ സീറ്റിലേക്ക് ശ്രീലേഖയെ പാർട്ടിക്ക് പരിഗണിക്കാം. അത്തരമൊരു ചർച്ചകളും പാർട്ടിയുടെ വേദികളിലുണ്ട്. അപ്പോൾ മേയറാക്കിയില്ല എന്ന് പറഞ്ഞ് ശ്രീലേഖ BJPയുമായി ഇടഞ്ഞു നിൽക്കുന്നു, ശ്രീലേഖ BJPയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കഥകൾ നിരന്തരം നുണക്കഥകൾ മെനഞ്ഞ് BJPയിൽ ഒരു തമ്മിലടി ഉണ്ടാക്കുക. ഇതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിനെ പോലെയോ CPMനെ പോലെയല്ല. ആ പാർട്ടിക്ക് എന്ത് സ്ഥാനമാനങ്ങൾ നൽകണമെന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒറ്റക്കെട്ടായി തീരുമാനിക്കും. അല്ലാതെ തോന്നുംപടി കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയല്ല BJP എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്തായാലും R ശ്രീലേഖയെ ഉപയോഗിച്ചുകൊണ്ട് BJPയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാമെന്നുള്ള മാധ്യമങ്ങളുടെ ഈ നീക്കം ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.